നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പുനരപേക്ഷയിൽ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് പ്രവേശന അനുമതി ലഭിക്കും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാനിടയുണ്ട്. മക്കളുടെ താൽപ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായത് കണ്ടെത്തുവാനും ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരങ്ങളും വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാവും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് റദ്ദാക്കുവാനും മാതാപിതാക്കളെ മാസങ്ങളോളം താമസിക്കുവാനായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുവാനും അതിന് തക്കവണ്ണം ക്രമീകരിക്കുവാൻ ഇടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രലോഭനങ്ങളെ ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും മിതത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. സുരക്ഷാ മാർഗങ്ങൾ ശക്തമാക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അപകടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. കാര്യസാധ്യം വന്നു ചേർന്നതിൻ്റെ വെളിച്ചത്തിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി വളരെയധികം സമാധാന അന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട 2025 മെയ് മാസം മുതൽ തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും വിപുലീകരിക്കണമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങൾ ഒഴിവാക്കി പണം മുതൽ മുടക്കുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം അനിഷ്ടങ്ങളോ അബദ്ധങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ അതിൽ പ്രവർത്തിക്കാവൂ. ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുകയും 3-4 ദിവസങ്ങളായിട്ട് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ മാർച്ച് മാസത്തിലെ ഏറ്റെടുത്ത പല കാര്യങ്ങളും പല തൊഴിൽ ജോലികളും ഈ മാസത്തിൽ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ദുഷ്പ്രചരണങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. അന്യനാട്ടിൽ വസിക്കുന്ന പലർക്കും ജന്മനാട്ടിലേക്ക് പുനരധിവാസമായാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആരോഗ്യത്തിനും ബുദ്ധിക്കും കഴിവിനും പ്രാപ്തിക്കും കുറവ് ഒന്നും ഇല്ലാത്തത് വഴി പറ്റാവുന്ന കാലം അത്രയും തൊഴിൽ ചെയ്യാൻ എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് വികസിത രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഇടയുണ്ട്. മക്കളുടെ ആശയങ്ങൾ മനസ്സമാധാനത്തിന് ഒരുപക്ഷെ ദീർഘവീക്ഷണത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യാനായിട്ട് സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട്. വ്യക്തിത്വത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും വന്നു ചേരുന്നത് വഴി മനസ്സിന് വ്യാകുലത ഉണ്ടാകുമെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്.
നീതിയുക്തമായിട്ടുള്ള സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും ഏൽപ്പിച്ചും കൊണ്ട് ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. മത്സരരംഗങ്ങളിൽ, അതായത് കലാകായിക മത്സരങ്ങളിൽ വിജയം കൈവരിക്കും. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല പദ്ധതികളും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കിയും ജോലിക്കാർക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങളും പരിശീലനം നൽകിയും കൊണ്ട് ഒരു ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരും. അതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ മൂലനക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ചാൽ ലഭിക്കാനുള്ള അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഒരു പക്ഷേ പൂർണ്ണമായിട്ടുള്ള കെട്ടുക ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എങ്കിൽ പോലും ലഭിക്കുമെന്ന ധാരണയോടുകൂടി അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. എന്നാൽ ദൂരദേശവാസം വേണ്ടിവരും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്നത് ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷം, അതായത് കുട്ടികളുടെ അടുത്ത അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടി മാത്രമേ ഉണ്ടാകുവാൻ യോഗമുള്ളൂ. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചൊരു ഭീതി അന്തരീക്ഷം വന്നു ചേരുന്നത് വഴി അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരം ജന്മനാട്ടിലേക്ക് പോരുവാൻ തീരുമാനിക്കുമെങ്കിൽ പോലും സമീപത്തിൽ തന്നെ ഈ ഏപ്രിൽ മാസം പകുതിയാകുമ്പോഴേക്ക് തന്നെ ഈ ഭീതികളെല്ലാം ഒഴിവാകുകയും അവിടെ തന്നെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ, അതായത് 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ഉള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. സങ്കല്പമനുസരിച്ച് ജീവിതത്തെ നയിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് ഒരു പക്ഷേ വളരെ ചിട്ടയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ചില ജോലിക്കാർക്കൊക്കെ തന്നെ ഈ പുതിയ ഭരണ സംവിധാനത്തിൽ സ്വല്പം അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഭാവിയിലേക്ക് അത് ഗുണകരമാകും വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ കൃത്യമായുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ ഒരുപക്ഷെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികളൊക്കെ ആയിരിക്കാം തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ ഇടയുണ്ട്. വാത ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി ഒരുപക്ഷെ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയുടെ അനന്തരമായിട്ടുള്ള ഫലങ്ങളോ മറ്റ് ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു ഭക്ഷണ ക്രമീകരണങ്ങൾക്കും വ്യായാമത്തിനും തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. സർവകാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ കൂടുതൽ സമയം പ്രയത്നിക്കാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും
ഒരുപക്ഷെ ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുന്നതും അതിജീവനത്തിൻ്റെ പാതയിൽ ഉള്ള വഴിയൊരുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളായതുകൊണ്ട് ചിലതെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളും മറ്റ് ചിലത് സുഹൃത്തുക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങൾക്ക് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാനിട വരും. മഹത് വ്യക്തികളുടെ വിജ്ഞാനവും പ്രവൃത്തി പരിചയവും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് അവലംബിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് അതിന് തക്കവണ്ണമുള്ള വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി വളരെ ജനസ്വീകാര്യത വന്നു ചേരുവാനും അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പലപ്പോഴും സഹപ്രവർത്തകരിൽ നിന്നും കീഴ് ജീവനക്കാരിൽ നിന്നും വന്നു ചേരുന്നത് വഴി അത് ധ്രുവീകരിക്കാനുള്ള തീരുമാനിക്കുവാനും രേഖാപരമായിട്ട് ഉടമസ്ഥരെ ധരിപ്പിക്കുവാനും അന്തിമമായിട്ട് അതിന് അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വ്യാപാര മേഖലകളിൽ മാന്ദ്യമുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനോ അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ഗഡുക്കളായിട്ട് മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അതിരുകടന്ന ആവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വയമേവ ആർജിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനായിട്ടും അവലംബിക്കുവാനുമായിട്ടും സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ വേണ്ടിവരും. പിതൃതുല്യരായവരുടെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കും. അന്തിമമായിട്ട് കുടുംബാംഗങ്ങൾ അന്യനാട്ടിൽ ജോലി ചെയ്യുന്നു. അവരുടെ പ്രത്യേക പരിഗണനയിൽ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിന് മുറികൾ കൂട്ടിയെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അച്ഛനമ്മമാരുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം അതിന് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം ആശ്വാസത്തിനും സമാധാനത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതാണ് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.